ഞാൻ അനിൽ സാഹിബിന്റെ കവറിന്ന് ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കുകയാണ്. ഇത്രയും സ്ത്രീകളെ കണ്ടപ്പോഴേ പരിപാടിക്ക് ശേഷം ഒന്നില്ലെങ്കിൽ പൊതി അല്ലെങ്കിൽ ഇറച്ചി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആളെല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടെ നൽകുന്നൊരു സാധനം നിസ്കാരക്കുപ്പായമാണ്, പിന്നെ മുസല്ലയാണ്. അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണത്തെക്കാൾ ഏറെ വിശിഷ്ടമായതും ഇഷ്ടമുള്ളതും അതാണെന്ന് മനസ്സിലായി. അല്ലാഹു തആല ഇഷ്ടം ആഖിറത്തിന്റെ വിജയത്തിന്റെ നിദാനമാക്കി തെരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ അനിൽ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഇസ്ലാമിക പണ്ഡിതനൊന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അദ്ദേഹം നിർവികാരനായാണ് നമ്മുടെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞ് സംസാരിക്കുമ്പോൾ നിർവികാരനായി. ഞാൻ ഈ സദസ്സിൽ വരുന്നത് വരെ എന്താണ് ഇവിടെ സംസാരിക്കേണ്ടെന്നുള്ള വിഷയത്തിൽ എനിക്ക് യാതൊരു ധാരണ ഉണ്ടായിട്ടില്ല. ഞാൻ നോക്കിയിട്ടല്ല വന്നത്, എനിക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഗസ്റ്റുമായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ അദ്ദേഹം സംസാരിച്ചു വെച്ചൊരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഉമ്മക്കൊരു മധുര പെരുന്നാള് എന്ന ശീർഷകത്തിൽ നിങ്ങൾക്കൊരു സമ്മാനം തരാൻ വേണ്ടി തെരഞ്ഞെടുത്ത മാസം ഏതാ? നിങ്ങൾ പറ, ഏതാ മാസം? ദുൽഹജ്ജ്. ദുൽഹജ്ജും ഉമ്മമാരുമായി ഒരു ബന്ധമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുസ്ലിയാരല്ലാത്ത അദ്ദേഹം അത് പറഞ്ഞു. എന്താ ബന്ധം? ഹജ്ജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ആദ്യം വരുന്നൊരു ചിത്രം മഹദിയായ ഹാജറയും അവിടുത്തെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ അലിഹിസ്സലാമുമാണ്, അല്ലെ? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലിഹിസ്സലാം. അപ്പൊ ഉമ്മമാരെ സ്നേഹിക്കാൻ വേണ്ടി ഉമ്മയുടെയും മകന്റെയും ഗാഥകൾ, ചരിത്രങ്ങളും ചരിതങ്ങളും പറയുന്ന ഈ മാസം തിരഞ്ഞെടുത്തു എന്നുള്ളത് ഇവിടെയുള്ള ഈ സ്ഥലത്തിന് പേര് പുത്തൻതെരുവ് മഹലിലുള്ള ജനങ്ങളുടെ ഇസ്ലാമികമായ പ്രബുദ്ധത വിളിച്ചു ഓതുന്നു എന്നുള്ളതാണ്. ഇതിന്റെ സംഘാടകർക്കെല്ലാം അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ ഈ സദസ്സിലുള്ളവരോട് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് ഞാൻ എന്റെ സംസാരം ആരംഭിക്കുന്നത്. വളരെ കുറഞ്ഞ വാക്കിൽ ഞാൻ സംസാരിച്ചു നിർത്തും. ഒരു സുദീർഘമായ പ്രഭാഷണത്തിനുള്ള വേദിയല്ല. ഈ സദസ്സിരിക്കുന്ന ഉമ്മമാരോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ വിശിഷ്ടരായ അള്ളാഹുവിന്റെ വിശിഷ്ടരായ സൃഷ്ടികളാണല്ലോ മനുഷ്യർ. ഈ മനുഷ്യരിലെ രണ്ട് വർഗങ്ങൾ, ഒന്ന് ആണും ഒന്ന് പെണ്ണും. ഇതിൽ പ്രവൃത്തി കൊണ്ട് സ്വർഗം കിട്ടാൻ ഏറെ സാധ്യതയുള്ളത് ആണിനാണോ പെണ്ണിനാണോ? പറഞ്ഞ ഇപ്പൊ സമ്മാനം തരും. പോക്കറ്റ് വല്ലതും ഉണ്ടോ? പെണ്ണിന് ഉറപ്പാ കിട്ടും, കാത്തിരുന്നു. ഉള്ള അയൽക്കൂട്ടത്തിന് ഹിസാബിനൊക്കെ പോയി സകല ദൈവത്തും പറഞ്ഞിട്ട് ഇരിക്കുക, എന്നിട്ട് സ്വർഗം. ഞാൻ ചോദിക്കാണ്, ഇനി നമ്മൾ ആത്മീയമായ ആധ്യാത്മികതയിലേക്ക് പോവാണ്. സ്ത്രീക്കാണോ പുരുഷനാണോ സ്വർഗം ലഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത്? സ്ത്രീക്കാണ്. എന്താ കാരണം? വെറുതെ അങ്ങനെ ഉത്തരം പറഞ്ഞ പോലെ റീസൺ പറയണം. എന്താ കാരണം? ഭർത്താക്കന്മാരതൊക്കെ നിങ്ങൾ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ ആ കാരണങ്ങളൊക്കെ, ആ ഉത്തരങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ സിമ്പിളായ പ്രവൃത്തി കൊണ്ട് വലിയ പർവ്വത സമാനമായ പ്രതിഫലം സമാഹരിക്കുന്നവരാണ് സ്ത്രീകൾ. ആണുങ്ങൾക്ക് അങ്ങനത്തെ കൂഫറുമില്ല. ഒരാണ് ഇസ്ലാമിലെ വളരെ വിശിഷ്ടമായ ഒരു അമലാണ് അടർക്കളത്തിൽ അടരാട്. ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരാൾ യുദ്ധരണാങ്കണ ഭൂമിയിലേക്ക് പോകും. ഒരു നാട്ടിൽ അധർമ്മം നടക്കുന്നു. ആ അധർമ്മം നടക്കുന്ന സമയത്ത് ധർമ്മത്തിന് വേണ്ടി പോരാടുക എന്ന് പറഞ്ഞ മഹാസൗഭാഗ്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ ഫിലോസഫിയിലും കാണാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തവന്റെ പ്രതിഫലമാണ്, അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തവന്റെ പ്രതിഫലമാണെന്നൊക്കെ പറയും. ഒരു പെണ്ണിന് ഇത് ലഭിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ അതിന്റെ വാക്താക്കളാണ്. അതായത് ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത് മുതൽ പ്രസവിക്കുന്നത് മുതൽ കുഞ്ഞിന് പാലൂട്ടുന്നത് വരെയും ആ കുഞ്ഞിനെ പ്രാപ്തനാക്കുന്നത് വരെയും അള്ളാന്റെ മാർഗത്തിൽ സമരത്തിന് പോയ ആളുടെ പ്രതിഫലമാണെന്ന് ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ. ഇനി പറ, അൻസാരി ഉസ്താദാണ് ഇവിടെ ഇരിക്കുന്ന, നിങ്ങളാണോ വലുത്? നിങ്ങളല്ലേ? അല്ലേ? ആണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുന്നു, നിങ്ങളുടെ മക്കളെ കുളിപ്പിക്കുന്നു, ചോറ് വാരി കൊടുക്കുന്നതിനെല്ലാം നമുക്ക് തുല്യതപ്പെടുത്താൻ, ഈ ദുനിയാവിൽ തുല്യതപ്പെടുത്താൻ പറ്റുന്ന ഒന്നും ഉദാഹരിക്കാൻ പറ്റാത്തത്ര വലിയ പ്രതിഫലമാണ്. പക്ഷേ
എവിടെയാണ് നമുക്ക് പിഴക്കുന്നറിയോ? ഇത്രയും വലിയ പ്രതിഫലമൊക്കെ അല്ലാഹു തആല നമുക്ക് തന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ നരകത്തിൽ ഏറ്റവും അധികം കണ്ടത് ആരെ? ആണിനെ, പെണ്ണിനെ, സ്ത്രീകൾ. നിങ്ങൾ ഇഷ്ടം പോലെ വഴല് കേട്ട് പൊട്ടിക്കരഞ്ഞവർ അല്ലേ? പൊട്ടിക്കരഞ്ഞവരാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ അങ്ങനെ നരകത്തിലാണെന്ന കൺസെപ്റ്റ് വരാനുള്ള കാരണം, റസൂൽ അങ്ങനെ പറയാനുള്ള കാരണം നിങ്ങൾക്കൊക്കെ അറിയാം. ഭർത്താവിനോട് നന്ദികേട് ചെയ്യുന്നവരെന്നുള്ളതാണ് അല്ലെ? ഈ ഭർത്താവിനോടുള്ള നന്ദികേട് എന്താണ്? അതാണ് ഇവിടുത്തെ ഇന്നത്തെ ചർച്ച. ഭർത്താവിനോടുള്ള നന്ദികേട് എന്താണ്? ചൂടുവെള്ളം എടുത്തു കൊടുക്കാത്തത്? അയാൾ പറഞ്ഞാൽ അല്ല. സ്വാലിഹത്തായ പെണ്ണിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രഥമമായ അടയാളം, ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അവൾ ഭർത്താവിന്റെ സമ്പത്ത്, സന്താനങ്ങൾ കൃത്യമായിട്ട് അവൾ പരിപാലിക്കും. ഒരു പെണ്ണ് സ്വാലിഹത്താണ് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം, ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അവളുടെ ഗോപ്യഭാഗങ്ങളും, അഥവാ അവൾ പതിവ്രതയാണെങ്കിൽ അവളുടെ ആ പരിശുദ്ധിയും, മക്കൾ എന്ന് പറയുന്ന സമ്പത്തും, ഭർത്താവ് സമ്പാദിച്ച മറ്റ് സമ്പത്തുകളെല്ലാം സസൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നവളാണ് യഥാർത്ഥ സ്വാലിഹത്തായ ഭാര്യയെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അപ്പം മക്കളെ സംരക്ഷിക്കുക എന്ന വിഷയത്തിലാണ് അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വലിയ സ്ഥാനവും നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്. നോക്കൂ, നിങ്ങൾ അനസ് സാഹിബ് പറഞ്ഞതുപോലെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുമ്പോൾ നമുക്കതൊരു സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ ഓർമ്മയാണ്. എന്നാൽ വിശുദ്ധമായ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു ചരിത്രമാണ് നൂഹ് നബിയുടെ മകൻ കൻആന്റെയും. എന്തേ? ഒരു ഭാഗത്ത് സന്തോഷകരമായ ഉമ്മയുടെയും മകന്റെയും ചരിത്രം, ഇപ്പുറത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകന്റെ ചരിത്രം പറയുമ്പോൾ വേദനിക്കുന്ന ഓർമ്മയാണ്. കാരണം എന്തുകൊണ്ട്? നൂഹ് നബി പറഞ്ഞതനുസരിച്ചില്ല. ആ വലിയ ഭീമാകാരമായ പ്രളയത്തിൽ മകൻ മുങ്ങി മരിക്കുന്നു, പ്രിയപ്പെട്ട ഭാര്യ മുങ്ങി മരിക്കുന്നു. എന്തേ കാരണം? ഹാജറ ബീവിയുടെ മകനായ ഇസ്മായിൽ നബി ഒരു ഉമ്മമോനാണ്. ഉമ്മമോൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഉമ്മമോൻ, ഒരു കുട്ടി, അവന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഉമ്മയാണ്. അതായത് നിങ്ങളാണ് ഒരു തലമുറയെ ഇനി എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന ഓരോ ഉമ്മമാരാണ്. ഈ നാട്ടിൽ സാമൂഹ്യ വിരുദ്ധരെ പടച്ചുവിടുന്നതാരാ? ഉമ്മമാര്. ഈ നാട്ടിലുള്ള സർവ്വ സാമൂഹ്യ വിരുദ്ധരെയും പടച്ചുവിടുന്നതാര്? ഉമ്മമാര്. ഈ നാട്ടിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യനെ സൃഷ്ടിക്കുന്നതാരാ? അത് ഉമ്മമാര്. നമ്മുടെ നാട്ടിലെ ഏറ്റവും അവസാനത്തെ വധശിക്ഷ ആരാണെന്നറിയോ? റിപ്പർ ചന്ദ്രൻ. 1991 അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത്. എന്താ കാരണം? നിരപരാധികളായ 14 പേരെ തലക്കടിച്ചു കൊല്ലുക. അയാളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ദ്രോഹം ചെയ്യാത്ത 14 പേരെ അയാൾ തലക്കടിച്ചു കൊല്ലും. അയാളെ തൂക്കിലേറ്റാൻ വേണ്ടി കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ വേദി സാക്ഷിയായി. കഴുത്തിലേക്ക് കയറിടുന്നതിന് മുമ്പ് അവസാനമായി ഒറ്റ ചോദ്യം, മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ അമ്മേനെ കാണണം. പോലീസുകാർക്കൊക്കെ ഉൾപ്പുളകം കൊണ്ടു. എന്തേ? മരിക്കാൻ നേരത്ത് അമ്മേനെ കാണാൻ ഉള്ള ആഗ്രഹം. നല്ലൊരു മനുഷ്യൻ, ഇവനെയാണോ തൂക്കിക്കൊല്ലുന്നത്? അമ്മേനെ മുമ്പിൽ കൊണ്ടുവച്ചു. അമ്മ അടുത്തേക്ക് വന്നു, അടുത്തോട്ട് വരാൻ പറഞ്ഞു. അമ്മയുടെ മുഖം ചുംബിക്കുന്ന ഭാവത്തിൽ വന്നിട്ട് അമ്മയുടെ വലത് ചെവി കടിച്ച് പറിച്ച് ചോര കൊടുത്തു. എന്തേ കാരണം? എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, തൂക്കിലേറാൻ പോകുമ്പോൾ പോലും അമ്മയോടുള്ള വിദ്വേഷം കൊണ്ട് അമ്മയുടെ ചെവി കടിച്ചെടുക്കാൻ കാരണം എന്താ? ഞാൻ ചെറുപ്പത്തിൽ ഒരു പേന മോഷ്ടിച്ചുകൊണ്ട് വന്ന സമയത്ത് അരുത് എന്ന് എന്റെ അമ്മ പറഞ്ഞിരുന്നു എങ്കിൽ ഈ തൂക്ക് കയറിലേക്ക് ഞാൻ എത്തില്ലായിരുന്നു. പറഞ്ഞു മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായോ മാരെ? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? എന്റെ ഭാഷക്ക് ഒരല്പം സ്പീഡുണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? അന്ന് പേന മോഷ്ടിച്ചുകൊണ്ട് വന്നപ്പോ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ അത് എടുക്കരുത്, കളവാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ മോഷണം അവിടെ വെച്ച് അവസാനിപ്പിച്ചേനെ. അയാൾ ആദ്യം മോഷ്ടിക്കാൻ കയറി. കിടപ്പറയിൽ കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒന്നും ചെയ്യാതെ ഉറങ്ങുന്ന മനുഷ്യരെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊല്ലുന്നു. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. 14 നിരപരാധികളായ മനുഷ്യന്മാരാണ് കൊന്നത്. അപ്പൊ ഒരു പേനയിൽ നിന്ന് മോഷണം തുടങ്ങി മോഷണക്കല അവസാനിക്കാതെ കൊലപാതകം ഒരു രസകരമായി അദ്ദേഹത്തിന് തോന്നി. ഞാൻ ചോദിക്കട്ടെ, റിപ്പർ ചന്ദ്രൻ സൃഷ്ടിച്ചത് ആരാണെന്ന് സദസ്സ് പറയണം. ആരാണ് റിപ്പർ ചന്ദ്രൻ സൃഷ്ടിച്ചാരാ? അമ്മയല്ലേ? അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇനി വരാൻ പോകുന്ന ഒരു തലമുറയുടെ സാംസ്കാരികമായ ഉത്ഥാനത്തിന്റെയും പതനത്തിന്റെയും നിധാനം നിങ്ങൾ ഓരോ ഉമ്മമാരാണ്. അള്ളാഹു നിങ്ങളുടെ മക്കളെയൊക്കെ നന്നാക്കി പെരുമാറാകട്ടെ. ഉമ്മാരെ, ഞാൻ എന്തിനു വേണ്ടിയാണ് ആ കഥ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു പുതിയ തലമുറകളിലേക്ക് ആ തലമുറയുടെ
സാംസ്കാരികവും എല്ലാ തരത്തിലുമുള്ള ഉത്ഥാന പതനത്തിന്റെ നിദാനം എന്നുള്ളത് നിങ്ങൾ ഉമ്മാരാണ്. നിങ്ങൾ തീരുമാനിക്കുന്നിടത്താണ് ഒരു തലമുറ നന്നാവുന്നത്. ഈ സദസ്സിലിരിക്കുന്ന ഉമ്മാരോട് ഞാൻ പറയാണ്, കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചൊരു സഹോദരി പറഞ്ഞൊരു വേദന. തന്റെ മകന് ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ വേണം, അവൻ കുളിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ വേണം, എല്ലാ കാര്യത്തിനും ഒരു മൊബൈൽ ഫോൺ വേണം. അപ്പൊ ഞാൻ ആ സ്ത്രീയോട് തിരിച്ചു ചോദിച്ചത്, നിങ്ങൾ അവന്റെ മൊബൈൽ ഉപയോഗത്തെ വിലക്കിയിട്ടുണ്ടോ? വിലക്കിയിട്ടുണ്ടോ സാധേ? പക്ഷെ അവൻ കേൾക്കുന്നില്ല. നിങ്ങളുടെ മകൻ നിങ്ങളോട് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞില്ലേ, ആദ്യം ഉമ്മ മൊബൈൽ താത്തി വെക്ക് എന്നിട്ട് എന്റെയൊക്കെ പറയാൻ പറഞ്ഞിട്ടില്ല. ആദ്യം മൊബൈൽ ഉമ്മ താത്ത് വെക്ക് എന്നിട്ട് എന്നോട് പറയാൻ പറഞ്ഞു. അതായത് വർത്തമാനകാല സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന, നമ്മൾ പേരന്റെങ്കിൽ ഏറ്റവും അധികം നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയും പ്രത്യാഘാതവും എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടിയോട് ഇന്നത് തെറ്റാണെന്ന് വാപ്പാക്കോ ഉമ്മാക്കോ പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ഒരു കുട്ടിയോട് നിങ്ങൾ എന്താണോ തെറ്റ്, അവനിൽ കാണുന്ന തെറ്റ് ഇന്നതാണ് എന്ന് അവനോട് പറഞ്ഞാൽ അവൻ തിരിച്ചിങ്ങോട്ട് പറയും, ഇതേ തെറ്റ് വാപ്പ ചെയ്യുന്നില്ലേ, ഇതേ തെറ്റ് ഉമ്മ ചെയ്യുന്നില്ലേ, ഉമ്മ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നില്ലേ, ഉമ്മ പലരുമായി മെസ്സേജ് അയക്കുന്നില്ലേ, വാപ്പ പലരുമായി സംസാരിക്കുന്നില്ലേ, പിന്നെ എനിക്കെന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്നവർ ചിന്തിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങളൊക്കെ വേറെ ശ്രദ്ധയിലല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഗുണപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം സംസാരിച്ചത്. അതുകൊണ്ട് ഒരു തലമുറയുടെ ഉദ്ധാനത്തിന്റെ നിദാനമാണ് നിങ്ങൾ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങളുടെ ഒരു വളരെ കുറഞ്ഞ ഹ്രസ്വമായ കാലത്തെ ജീവിതമാണ് നമുക്കുള്ളത്. നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, ഇതുമായി വളരെ കുറഞ്ഞ കാലത്തെ ജീവിതമാണ് നമുക്കുള്ളത്. പല വീടുകളും നരകതുല്യാണ്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വണ്ടിയിൽ വരുമ്പം എന്റെ കൂടെ ഒരു മുസ്ലിയാർ, അദ്ദേഹം ബാക്കിയിരിപ്പുണ്ട്. ഞാൻ ലൗഡ് സ്പീക്കർ ഇട്ടുണ്ടാ വണ്ടി ഓടിക്കുന്നത്. എന്തുകൊണ്ടാ? ഈ വിളിക്കുന്ന മുഴുവൻ ആളുകൾക്കും പറയാനുള്ളത് ഈ കുടുംബ പ്രശ്നമാണ്. ഞാൻ അവരോടൊക്കെ ചോദിക്കാറുണ്ട്, ആകെപ്പാട് 50 കൊല്ലവും കാണാൻ ജീവിക്കും, നിങ്ങൾ എന്താ ഈ പ്രശ്നം? പ്രശ്നം എന്താ? മൂത്തുമാനെ കല്യാണം വിളിച്ച സമയത്ത് മൂത്തുമാടെ ചിരിച്ചില്ല. നിസ്സാര വിഷയങ്ങളെ ഊതിപ്പെരിപ്പിച്ച് കുടുംബം കലക്കുക. അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് പ്രത്യേകിച്ച് പറയുന്നു, പലർക്കും ആ ദുസ്വഭാവമുണ്ട്. നിസ്സാര കാര്യങ്ങളെ ഊതി വീർപ്പിച്ച് കുടുംബം കലക്കുന്ന ഒരു പരിപാടി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്താണെന്നറിയൂ? ആരെങ്കിലും ഒരാൾ കുടുംബം ചേർക്കുകയാണെങ്കിൽ റബ്ബ് പറയാണ്, ഞാൻ അവരെ ചേർത്തു. ആരെങ്കിലും കുടുംബം ബന്ധം മുറിക്കുകയാണെങ്കിൽ അവനും ഞാനുമായുള്ള ബന്ധം ഞാൻ മുറിച്ചു കളയുമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. എന്ത് രസമാണെന്നറിയോ? നമുക്ക് നല്ലൊരു കൽബുണ്ടെങ്കിൽ എന്ത് സുഖമാണ്. ആരോടും പരാതിയില്ല, ആരോടും പരിഭവമില്ല. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് റസൂലുള്ളാഹി പറയാണ്, അനസേ, പ്രഭാതം മുതൽ പ്രദോഷം വരെ നിന്റെ മനസ്സിൽ ഒരാളെ കുറിച്ച് മോശമായൊരു ചിന്തയില്ല, ഒരു പിണക്കവുമില്ല, ഒരു വിരക്തിയുമില്ല എങ്കിൽ നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. എന്ത് സമ്പന്നൻ? നീ മനസ്സമാധാനം കൊണ്ട് നീയാണ് ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും സങ്കീർണതകളും തീർക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞും സ്വാലിഹായ മകനായി സമൂഹത്തിൽ ഒരിക്കലും ജീവിക്കൂല. ഉമ്മാടെയും മാപ്പാടെയും പ്രശ്നങ്ങളും തെറികളും കേട്ട് വളരുന്ന ഒരു കുഞ്ഞും ലോകത്ത് നന്നായിട്ടില്ല. കാരണം കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ തന്നെ ടോക്സിക് ആയി പോകും, മാനസികമായ സംഘർഷത്തിലായി പോകും. നിങ്ങളുടെയൊക്കെ എന്റെ അടക്കം കുടുംബത്തിൽ പ്രശ്നമുള്ളവരാണ്, നമുക്ക് പ്രശ്നമുള്ളവരാണ്. നമ്മുടെ വീട് സ്വർഗമാകുന്നതിന് പകരം നമ്മൾ നരകാക്കരുത്. നമ്മൾ കിടന്ന കിടപ്പിൽ കിടന്ന് കാഷ്ടിക്കുമ്പോഴും മൂത്രിക്കുമ്പോഴും നമ്മൾ ഏറ്റവും അധികം മോശപ്പെടുത്തിയ നമ്മുടെ മരുമക്കളെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, നമ്മുടെ ചേട്ടത്തി അനിയത്തിയൊക്കെ ഉണ്ടാവുള്ളൂ. നഷ്ടപ്പെട്ടാൽ എല്ലാരും കരയും. ജീവിച്ചിരിക്കുമ്പോൾ ജ്യേഷ്ഠത്തിയോട് പിണക്കമേ, അനിയത്തിയോട് പിണക്കം, എല്ലാവർക്കും പ്രശ്നമാണ്. മരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഉസ്താമാരെ കാണുമ്പോൾ ആ കണ്ണീര് കാണും, ഇത്ത മരിച്ചുപോയി. ഈ അഭിനയൊന്നും നമ്മൾ എടുക്കണ്ട. ഈ അഭിനയൊക്കെ കാണുന്ന റബ്ബാണ്. റബ്ബിന് ഈ അഭിനയം അറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എന്നെ കേട്ടിരിക്കുന്ന എന്റെ ഉമ്മമാരോട് പറയാനുള്ളത്, കൂടി വന്നാൽ ഇനിയുള്ള തലമുറ 50 or 60 വയസ്സുകാലം നമ്മൾ ജീവിക്കുള്ളൂ. സന്തോഷമായിട്ട് ജീവിച്ചൂടെ? സമാധാനമായിട്ട് ജീവിച്ചൂടെ? നിസ്സാര പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞ് ഇപ്പൊ കണ്ടില്ല, എല്ലാവരും കുടുംബസമേതം 40 പേര് പോകുന്ന ബസ്സിൽ കുടുംബസമേതം ട്രിപ്പ് പോവാണ്. വടക്കേ മലബാറിലൊക്കെ ചെന്നാൽ, വയനാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് റിസോർട്ട് കിട്ടൂല. ഒരു കുടുംബത്തിൽ നിന്ന് 50 60 ആരും ഒന്നിച്ച് വണ്ടി വിളിച്ചവർ പോവുകയാണ്. എല്ലാ പ്രശ്നങ്ങളുടെ തീരുകയാണ്.
വാപ്പ ഉമ്മാനെ വിളിച്ച് മറ്റേ ഇതിനകത്ത് എന്റെ പേര് വെള്ളം കെട്ടി തീർന്ന മരത്തിന്റെ പേര് പൂള്. നിങ്ങൾക്ക് അറിയാമെന്നറിയാൻ വേണ്ടി, എനിക്കറിയാത്തോണ്ടല്ല, നിങ്ങൾക്ക് ആ വാക്ക് അറിയാമെന്നറിയാൻ വേണ്ടിയാ അല്ലേ? വല്യമാനെ 2 കാലെ പിടിച്ച് വലിയ പൂളിലോട്ടിടുന്ന്, ഉമ്മാനെ പിടിച്ച് വാപ്പ പൂളിലോട്ടിടുന്ന്. ഇതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോ തന്നെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോകും. പിന്നെ അവസാനം ഇന്ന് വരെ ടൂറിന് പോകാത്ത വാപ്പയും ഉമ്മയും പറയും, അടുത്ത ട്രിപ്പ് എപ്പോഴാ? ആടാ, എന്തിനാ ഈ പിണക്കവും വഴക്കും പരിഭവവും? എന്തിനാ ഈ പിണക്കവും പരിഭവവും ഒക്കെ? ഈ ടോക്സിക് ആയിട്ട് എന്തിനാ ജീവിക്കുന്നത്? ഇപ്പൊ ഞാൻ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പം ഒരു ചെറുപ്പക്കാർ വിളിച്ചിട്ട് അവർക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ, എന്നോട് ആലോചിക്കുന്നില്ല, എന്നോട് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നിങ്ങളോട് മുഷാവറ ചെയ്തിട്ട് തീരുമാനിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടാ? നിങ്ങളാരാ? ടിപ്പു സുൽത്താന? എടാ, അങ്ങനാണ് ആണുങ്ങളുടെ പ്രകൃതം, അങ്ങനെയാണ്. ചിലപ്പോ അവർ നിങ്ങളോട് ആലോചിച്ചുകൊണ്ടില്ല, ആലോചിച്ചില്ല, കുഴപ്പമില്ല, പോട്ടെ. നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, അയാൾ ആലോചിച്ചില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? നമ്മുടെ കാര്യങ്ങൾ നോക്കാതിരിക്കുന്നുണ്ടോ? നമ്മുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹം വേറെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? ഒന്നുമില്ല. എങ്കിൽ സന്തോഷമായിട്ട് ജീവിച്ചോ. അള്ളാഹുവേ, ഞങ്ങളുടെയൊക്കെ ജീവിതം സന്തോഷമാക്കി തരണേ പടച്ചോനെ. ആമീൻ പറ താത്തമാരെ. അള്ളാഹ് സന്തോഷമാക്കി തരണേ, സന്തോഷമാക്കി തരണേ, സന്തോഷമാക്കി തരണേ. ആമീൻ പറയാൻ അറിയാം. അള്ളാഹു റാഹത്തിലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾ സ്ത്രീകൾക്കാണ് പുരുഷന്മാരെ കാട്ടി അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളത്. ആ സ്ഥാനം റബ്ബ് തരണമെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്നുള്ളത് നിങ്ങളാവുക എന്നുള്ളതാണ്. നിങ്ങൾ നല്ലൊരു സ്ത്രീ ആയാൽ നിങ്ങളുടെ മക്കൾ നന്നായി, നിങ്ങളുടെ കുടുംബം നന്നായി. ഷെയ്ഖ് ജീലാനിയെ നമുക്ക് സമൂഹത്തിന് സമ്മാനിച്ചത് ഉമ്മയാണ്. ഇമാം ഷാഫി തങ്ങളെ നമുക്ക് സമ്മാനിച്ചത് ഉമ്മയാണ്. ബഹുമാനപ്പെട്ട APJ അബ്ദുൽ കലാമിനെ നമുക്ക് സമ്മാനിച്ചത് ഉമ്മയാണ്. അപ്പൊ സമൂഹത്തിൽ ഏറ്റവും നല്ല വ്യക്തികളെ, ഏറ്റവും വ്യക്തിപ്രഭാവമുള്ള മനുഷ്യരെ സമ്മാനിച്ചത് ഉമ്മയാണ്. റിപ്പർ ചന്ദ്രനെ പോലുള്ള കൊലയാളികളെയും സമൂഹത്തിൽ സമ്മാനിച്ചത് ഉമ്മയാണ്. ഇപ്പൊ നിങ്ങൾക്ക് റിപ്പർ ചന്ദ്രന്റെ ആ കഥ നിങ്ങൾക്ക് റിലേറ്റ് ആയെന്ന് തോന്നല്ലേ? ഇപ്പൊ മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് ഒരു തെറ്റ് കാണുമ്പോൾ നമ്മളാണ് അവരെ തിരുത്തി നന്നാക്കി വിടേണ്ടത്. അതിനു പകരം അവർക്ക് നമ്മൾ തന്നെ പച്ചക്കുടി കാണിച്ചു കൊടുത്താൽ അവസാനം അവര് നമ്മുടെ മയ്യത്തും കൊണ്ടേ പോകുള്ളൂ. അവസാനം അവര് നമ്മുടെ മയ്യത്തും കൊണ്ടേ പോകുള്ളൂ. നിങ്ങൾ നോക്കൂ, അദ്ദേഹം ഇവിടെ ഉമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പം അദ്ദേഹത്തിന്റെ കണ്ടമിടറി നിങ്ങൾ കേട്ടിരുന്നോ? അനിൽ സാഹിബ് കരഞ്ഞോ? നിങ്ങൾ പറ, കരഞ്ഞു. ശബ്ദം നടറിയില്ലേ? ആ ബന്ധം ഉമ്മയായിട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എവിടെ വയത് വെച്ചാലും ഉമ്മയുടെ മഹത്വം. ഉമ്മ കിട്ടാക്കനി ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്തു വളർത്തലും അവരാണ്. ഈ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. എല്ലായിടത്തും വാഴലും പ്രസംഗം ഉമ്മാടെ മഹത്വം പറയാ, ഉമ്മാടെ ശ്രേഷ്ഠത പറയാ, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഉമ്മാര് മനസ്സിലാക്കണം, മക്കൾക്ക് നിങ്ങളോടുള്ള ബാധ്യത പോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു മക്കളോടുള്ള ബാധ്യതയുണ്ട്. മക്കൾക്ക് നിങ്ങളോട് എത്രത്തോളം ബാധ്യതയുണ്ടോ അത്രത്തോളം കമ്മിറ്റ്മെന്റ് നിങ്ങൾക്കുണ്ട്. അപ്പൊ ഒരു കുട്ടി നന്നാകണമെങ്കിൽ ഉമ്മയുടെ എലമെന്റ് വളരെ പ്രസക്തമാണ്. ഇനിയാണ് ഹാജറ ബീവിയിലേക്ക് നമ്മൾ വരുന്നത്. ഇസ്മായിൽ നബി എങ്ങനെ നന്നായെന്ന് ചോദിച്ചാൽ ഉത്തരം ഒറ്റ കാര്യമുള്ളൂ. ഇസ്മായിൽ നബി ഉമ്മ മോനായിരുന്നു. ബഹുമാനപ്പെട്ട ഹാജറ ബീവി അള്ളാഹുവിനെ അത്രയും ഭയക്കുന്ന സ്ത്രീയായിരുന്നു. അതുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം നല്ല മോനായി. നൂഹ് നബി അലൈഹിസ്സലാമിനും ഒരു മകൻ ഉണ്ടായിരുന്നു, പക്ക ധിക്കാരിയായി. എന്തുകൊണ്ട്? നൂഹ് നബിയുടെ മകനും ഉമ്മാമോനായിരുന്നു. നൂഹ് നബിയുടെ ഭാര്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവള് ധിക്കാരിയും അവിശ്വാസിയും ഭർത്താവിനെ അനുസരിക്കാത്തവളുമായിരുന്നു. ഈ 2 ചരിത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നോക്കി. നോക്കൂ. ഒരു കുട്ടി നന്നാകാനുള്ള കാരണം ഉമ്മയാണ്, ഒരു കുട്ടി മോശമാകാനുള്ള കാരണവും ഉമ്മയാണ്. അപ്പൊ നിങ്ങളുടെ കുടുംബം, ഇനി വരാൻ പോകുന്ന തലമുറ, അവരുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ നന്നാവുകയാണെങ്കിൽ, നിങ്ങൾ നല്ലവരാകുകയാണെങ്കിൽ, നിങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരാണെങ്കിൽ, ഇനി വരാൻ പോകുന്ന തലമുറ നല്ല മക്കളെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വലത് ചെവിയിലൂടെ കേട്ട് ഇടത് ചെവിയിലൂടെ കളയരുത്. ഇതൊരു നല്ല ദിവസമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൽബിലുണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞതിന്റെ ആകത്തുക എന്താ ഇപ്പൊ മനസ്സിലായത്? ഞാൻ ഈ പ്രഭാഷണത്തിലൂടെ നിങ്ങൾക്ക് നൽകിയ സന്ദേശം എന്താണെന്ന് പറയാമോ? ഒറ്റ വാക്കിൽ പറയാം, ഒറ്റ വാക്കിൽ.
ഒറ്റ വാക്കിൽ പറയണം, ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ഒരു പ്രധാന കണ്ടന്റാണ്. എന്താ? അതാണ് ഒരു സമൂഹത്തിന്റെ ഉദ്ധാനത്തിന്റെ നിദാനം ഉമ്മമാരാണ്. അവര് നന്നായാൽ ഒരു തലമുറ നന്നാകും, അവര് കേടായാൽ ഒരു തലമുറ കേടാവും.